ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. വരുന്ന ആഴ്ചകളിൽ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടേക്കും. മാർച്ച് 24-25 തീയതികളിൽ രാജ്യവ്യാപക പണിമുടക്ക് നടത്തുമെന്ന് ബാങ്ക് അസോസിയേഷൻ അറിയിച്ചു. ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചകൾ അനുകൂലമായ ഫലം നൽകാത്തതിനാലാണ് യൂണിയനുകൾ പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത്. മാർച്ച് 24-25 തീയതികൾ തിങ്കളും ചൊവ്വയുമാണ്. 22 രണ്ടാമത്തെ ശനിയാഴ്ചയും 23 ഞായറാഴ്ചയുമാണ്. പണിമുടക്ക് പിൻവലിക്കപ്പെട്ടില്ലെങ്കിൽ തുടർച്ചയായി 4 ദിവസം ബാങ്കിൽ പ്രവർത്തന തടസ്സമുണ്ടാകും. IBAയുമായുള്ള മീറ്റിംഗിൽ എല്ലാ UFBU ഘടകകക്ഷികളും 5 ദിവസത്തെ വർക്ക് വീക്ക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചു. എന്നിട്ടും പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെന്ന് നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി L. ചന്ദ്രശേഖരൻ പറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളിലെ വർക്ക്മെൻ, ഓഫീസർ ഡയറക്ടർ തസ്തികകൾ നികത്തുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 9 ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷനുകളുടെ ബോഡിയായ UFBU നേരത്തെ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. IBAയിലെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഗ്രാറ്റുവിറ്റി നിയമം ഭേദഗതി ചെയ്ത് 25 ലക്ഷമാക്കി ഉയർത്തുക, സർക്കാർ ജീവനക്കാർക്കുള്ള പദ്ധതിയുമായി ഇത് വിന്യസിക്കുക, ആദായ നികുതിയിൽ നിന്ന് ഇളവ് തേടുക എന്നിവയാണ് യൂണിയനുകളുടെ മറ്റാവശ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദീർഘദൂര ട്രെയിനുകളിൽ സ്ത്രീ യാത്രക്കാർക്ക് പ്രത്യേക റിസർവേഷൻ അനുവദിക്കും. ഓരോ സ്ലീപ്പർ ക്ലാസുകളിലും 6 ബെർത്തുകൾ പ്രായഭേദമന്യേ സ്ത്രീ യാത്രക്കാർക്ക് റിസർവ് ചെയ്യും. നിയമപ്രകാരം ഗരീബ് രഥ്, രാജധാനി, തുരന്തോ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത എക്സ്പ്രസ് ട്രെയിനുകളിലെ 3AC ക്ലാസ്സിലും പ്രായഭേദമന്യേ സ്ത്രീ യാത്രക്കാർക്ക് റിസർവേഷൻ ലഭിക്കും. മിക്ക ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകളിലും സെക്കൻഡ് ക്ലാസ് കം ലഗേജ് കം ഗാർഡ്സ് കോച്ചുകളിൽ സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി ലോക്സഭയിൽ വ്യക്തമാക്കി. സ്ലീപ്പർ ക്ലാസ്സിൽ ഒരു കോച്ചിൽ 6 മുതൽ 7 വരെ ലോവർ ബെർത്തുകൾ കൂട്ടായി റിസർവ് ചെയ്യാവുന്നതാണ്. 3ACയിൽ ഓരോ കോച്ചിലും 4 മുതൽ 5 വരെ ലോവർ ബെർത്തുകളും 2AC ക്ലാസുകളിൽ 3 മുതൽ 4 വരെ ലോവർ ബെർത്തുകളും മുതിർന്ന പൗരന്മാർക്കും 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും ഗർഭിണികൾക്കും റിസർവേഷൻ ചെയ്യാവുന്നതാണ്. സ്ത്രീ യാത്രക്കാർക്ക് താമസ സൗകര്യം ഒരുക്കുക, അവരുടെ സുരക്ഷിതവും സൗകര്യവുമായ യാത്രയ്ക്കായി മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവ മന്ത്രാലയം ഗൗരവത്തോടെ കാണുന്നതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണം അതിവേഗം പൂർത്തിയാകും. മെട്രോ നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ 100 കോടി രൂപ കൂടി അനുവദിച്ചു. കൊച്ചി മെട്രോ 2ാം ഘട്ട പ്രവർത്തനങ്ങൾക്കായി നേരത്തെ സ്ഥലം ഏറ്റെടുപ്പിനും അനുബന്ധ നിർമ്മാണത്തിനുമായി 387.57 കോടി രൂപ അനുവദിച്ചിരുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് 100 കോടി കൂടി നൽകുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് ഇൻഫോ പാർക്ക് വരെയാണ് കൊച്ചി മെട്രോ 2ാം ഘട്ട നിർമ്മാണം. മെട്രോ 2ാം ഘട്ടത്തിൽ ട്രാക്കിനായുള്ള സ്ഥലം പൂർണ്ണമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 6.8 കിലോമീറ്റർ ദൂരം വയഡക്ട് നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത്. സീപോർട്ട് എയർപോർട്ട് റോഡ്, സിവിൽ സ്റ്റേഷൻ, ഇൻഫോ പാർക്ക്, കാക്കനാട് സെസ് ഭാഗങ്ങളിലാണ് വയഡക്ട് നിർമ്മാണം. സെപ്റ്റംബറിൽ ആരംഭിച്ച 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വിവിധയിടങ്ങളിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനുള്ള പൈലിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആലിൻചുവട്, വാഴക്കാല, സെസ് എന്നിവിടങ്ങളിലായാണ് സ്റ്റേഷൻ പൈലിംഗ് പൂർത്തിയാക്കിയത്. പാലാരിവട്ടം, കിൻഫ്ര എന്നിവിടങ്ങളിൽ പൈലിംഗ് പുരോഗമിക്കുകയാണ്. 1961 പൈലുകളിൽ 224 എണ്ണമാണ് സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഗെയിൽ ഇന്ത്യയിൽ ജോലി നേടാൻ അവസരം. എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിലാണ് നിയമനം. ആകെ 73 ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ളവർ മാർച്ച് 18 മുൻപായി അപേക്ഷ നൽകണം. കെമിക്കൽ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, BIS മേഖലകളിലാണ് ഒഴിവുകൾ. 26 വയസ്സാണ് പ്രായപരിധി. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 60,000 രൂപ മുതൽ 1,85,000 രൂപ വരെയാണ് ശമ്പളം. 2025 ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ്. SC ST ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് 5% മാർക്കിളവ് ലഭിക്കും.